അദാനി ഗ്രൂപ്പ് ഉപഭോക്തൃ ഉൽപ്പന്ന വിപണിയിൽ നിന്ന് പിന്മാറാനൊരുങ്ങുന്നു. ഇതിന്റെ ഭാഗമായി FMCG കമ്പനി അദാനി വിൽമറിലെ ഓഹരി പങ്കാളിത്തം പൂർണ്ണമായും വിറ്റൊഴിയും. നിലവിൽ അദാനി വിൽമറിൽ അദാനി ഗ്രൂപ്പിലെ മുഖ്യ കമ്പനിയായ അദാനി എന്റർപ്രൈസസിന് 44% ഓഹരികളാണ് ഉള്ളത്. ഇതാണ് 2 ഘട്ടങ്ങളായി പൂർണ്ണമായി വിറ്റൊഴിക്കുക. പ്രധാനമായും ഭക്ഷ്യ എണ്ണ വിൽപ്പനയിൽ ശ്രദ്ധിക്കുന്ന കമ്പനിയാണ് അദാനി വിൽമർ. അദാനി എന്റർപ്രൈസസ്, സിംഗപ്പൂർ കമ്പനിയായ വിൽമർ ഇന്റർനാഷണൽ എന്നിവ സ്ഥാപിച്ച സംയുക്ത സംരംഭമാണിത്. കമ്പനിയിലെ 13% ഓഹരികൾ അദാനി എന്റർപ്രൈസ് ഓഫർ ഫോർ സെയിൽ വഴി പൊതുവിപണിയിൽ വിറ്റഴിക്കും. പൊതു ഓഹരി പങ്കാളിത്ത ചട്ടം മിനിമം പബ്ലിക് ഷെയർ ഹോൾഡിംഗ് റിക്വയർമെൻറ്റ്സ് അത് പാലിക്കുന്നതിന് ഭാഗവുമായാണ് ഈ ഓഹരി വിൽപ്പന. 31.06% ഓഹരികൾ ഈ വിൽമർ ഇന്റർനാഷണൽ വാങ്ങും. ഓഹരിക്ക് 305 രൂപ പ്രകാരം ആണിത്. ഓഹരികൾ വിറ്റൊഴിക്കുന്നതിലൂടെ $200 കോടി, അതായത് ഏകദേശം 18,000 കോടി രൂപ സമാഹരിക്കാൻ അദാനിക്ക് കഴിയും. അദാനി എന്റർപ്രൈസസിന്റെ ഉപസ്ഥാപനമായ അദാനി കമ്മോഡിറ്റീസ്, വിൽമർ ഇന്റർനാഷണലിന്റെ ഉപസ്ഥാപനമായ ലെൻസ് എന്നിവ തമ്മിലാണ് ഓഹരി വിൽപ്പന സംബന്ധിച്ച് ധാരണയായതെന്ന് അദാനി എന്റർപ്രൈസ് വ്യക്തമാക്കി. അദാനി കമ്മോഡിറ്റീസിന്റെ ഓഹരികളാണ് ധാരണ പ്രകാരം ലെൻസ് വാങ്ങുക. ഓഹരി വിറ്റഴിയുന്നതിന്റെ ഭാഗമായി അദാനി വിൽമറിന്റെ ഡയറക്ടർ ബോർഡിൽ നിന്ന് അദാനിയുടെ നോമിനികളായ പ്രണവ് അദാനി, മലൈ മഹാദേവ്യ എന്നിവർ പടിയിറങ്ങും. അദാനി വിൽമറിന്റെ പേരിലും മാറ്റമുണ്ടാകും. 2025 മാർച്ച് 31-നകം ഓഹരി വിൽപ്പന നടപടികൾ പൂർത്തിയാക്കിയേക്കും. എന്നാൽ അദാനി എന്റർപ്രൈസ് ഓഹരി പൂർണ്ണമായി വിറ്റൊഴിയുന്ന വാർത്തകൾ പശ്ചാത്തലത്തിൽ അദാനി വിൽമർ ഓഹരികൾ നഷ്ടത്തിലാണ് വ്യാപാരം ചെയ്തത്. 42,000 കോടി മൂല്യമുള്ള കമ്പനിയാണ് അദാനി വിൽമർ. ഇന്ത്യയിലെമ്പാടും സാന്നിധ്യമുള്ള കമ്പനിയാണ് അദാനി വിൽമർ. 30-ലേറെ രാജ്യങ്ങളിലേക്ക് കയറ്റുമതിയുമുണ്ട്. വിൽമർ ഇന്റർനാഷണൽ ഓഹരിക്ക് 305 രൂപ മാത്രം വിലയ്ക്കാണ് വിൽപ്പന എന്നും ഇത് വിൽമർ ഓഹരികളെ തളർത്തി. കമ്പനിയുടെ തനത് ബിസിനസ് മേഖലയിൽ കൂടുതൽ ശ്രദ്ധയൂന്നുകയും മൂലധന പിന്തുണ ഉറപ്പാക്കുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായാണ് FMCG ബിസിനസ്സിൽ നിന്ന് പിന്മാറാൻ അദാനി ഗ്രൂപ്പ് ഒരുങ്ങുന്നത്. ഊർജം, ഗതാഗതം, അടിസ്ഥാന സൗകര്യ വികസനം, ലോജിസ്റ്റിക്സ് എന്നീ മേഖലകളിലാണ് അദാനി ഗ്രൂപ്പ് പ്രധാനമായി ശ്രദ്ധിക്കുന്നത്. അദാനി വിൽമറിന്റെ ഓഹരി വിൽപ്പന വഴി കിട്ടുന്ന പണം ഈ മേഖലയിലേക്ക് വിനിയോഗിക്കും. ഡിജിറ്റൽ യൂട്ടിലിറ്റി സേവനങ്ങൾ ശക്തമാക്കാനും നടപടിയുണ്ട്.